ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ് ടൈമാണ് കേട്ടോ. അതായത് വൈകുന്നേരം രാത്രിയായി തുടങ്ങി, ഒരു 7 മണിക്ക് സമയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മുടെ ഒരു വൈകുന്നേരത്തെ ഈവനിങ് ഒരു വൈബ് കാണിക്കാൻ പോകുന്നത് നിങ്ങളെ. അതിൻ്റെ ഒരു പ്രധാന കാര്യം, ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഇപ്പോൾ ഓണ സീസണാണല്ലോ, അപ്പോൾ ഈ റോഡിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പൊങ്കാലയ്ക്ക് പുറത്തിറങ്ങി നടക്കില്ലേ, അതുപോലെയാണ്. റോഡിലേക്ക് തിക്കും തിരക്കുമാണ്. പക്ഷേ എൻ്റെ മെയിൻ പർപ്പസ് അതല്ല, അനുക്കുട്ടിയുടെ ബുട്ടീക്ക് വരെ ഒന്ന് പോവാണ്. ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരുന്നു. പിന്നെ അതുപോലെ ഓണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കഫ്താൻ എന്തെങ്കിലും വാങ്ങാമെന്നൊരു പ്ലാനുണ്ട്. അപ്പോൾ അനുവിൻ്റെ കടയിലേക്ക് ഇവിടുന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പോകാൻ. ജസ്റ്റ് ഒന്ന് കറങ്ങി വരുമ്പോൾ അനുവിൻ്റെ ബുട്ടീക്കിൻ്റെ അവിടെ എത്തും. ഇപ്പോൾ പത്മനാറിൽ തന്നെയാണ്, ഒരു അപ്സ്റ്റേഴ്സിലാണ്. അത് ആ കാണുന്ന ബിൽഡിങ്ങാണ്. അപ്പോൾ ഫ്രണ്ടിൽ കൂടി നമുക്ക് കയറാം, ബാക്കിൽ നിന്ന് കയറാൻ പറ്റും. നമുക്ക് ബാക്ക് എൻട്രിയിൽ കയറാം, ഫ്രണ്ട് എൻട്രി, 2 എൻട്രൻസ് ഉണ്ടല്ലോ. ഇത് ബാക്ക് എൻട്രൻസ് ആണ് കേട്ടോ. ഇത് ലേബിളാണ് ഇടാതെ ഈ ബോർഡുണ്ട്. ഇതുവഴി വേണമെങ്കിൽ നമുക്ക് കോളനിക്ക് അകത്തൂടെ ഉള്ള എൻട്രൻസ് ആണ്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ റോഡിൽ നിന്നുള്ള എൻട്രൻസ് വഴി അകത്ത് കയറാം. ഒരു റോഡ് വിശേഷങ്ങൾ അറിയാം. ഇതാണ് ഇവിടുത്തെ അസോസിയേഷൻ സെക്രട്ടറി മിസ്റ്റർ സന്തോഷ്. റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത്ര തിരക്കാണെന്ന് മനസ്സിലായി. എങ്കിലും നമ്മൾ ഈ പാത്ത് വേയിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇത് തന്നെയാണ് ബിൽഡിങ് കേട്ടോ. ഇതിൻ്റെ മേളിലാണ്. സൈഡിലൂടെ നടന്ന് ഫ്രണ്ടിൽ കൂടി കയറുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ നോക്കിയാൽ കംപ്ലീറ്റ് റോഡും കാണാം. ആഹാ, തിരക്ക് പിടിച്ച റോഡ് കാഴ്ച. അനുക്കുട്ടിയുടെ ബുട്ടീക്കിൽ ഓണം വന്നു കഴിഞ്ഞു. അലങ്കാരങ്ങളെല്ലാമായി. യെസ്, അനുക്കുട്ടി. സന്ധ്യ ഈസ് ഓൾസോ ഹിയർ. നോക്കൂ, ഇതാണ് നമ്മുടെ സന്ധ്യ, അനുക്കുട്ടിയുടെ സന്ധ്യ ചേച്ചി. ഓ, അതാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എമർജൻസി സ്റ്റിച്ചിങ്ങിന് കൊണ്ട് വന്നതാണ്. അല്ല, ഞാൻ പറയുന്നത് 7 മണി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ അനുവിൻ്റെ കട ഇന്ന് 9 മണി വരെ ഓപ്പൺ ആണ്. എക്സ്ട്രാ എമർജൻസി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട്, ഓണക്കാലമല്ലേ, അതുകൊണ്ട് ഇച്ചിരി ആണല്ലേ ഇന്ന് കിട്ടുന്നു. 24 hours കൊടുക്കുന്നു. അടിപൊളി. ഓ, ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഡിസ്പ്ലേ. കഫ്താൻ സീസണാണ്. ഓക്കെ, അതാണ് അനുവിൻ്റെ കുറേ സിമ്പിൾ കഫ്താൻസ് അല്ലേ അനു? ഇത് സിമ്പിൾ. ഇത് ഇപ്പോൾ ലോഞ്ച് ചെയ്തത്. ഇതൊരു കുട്ടിക്ക് ചെയ്തത് ഹോൾട്ടൺ നെക്ക്, ഒരു പട്ടുപാവാട. ഓക്കെ, വെരി നൈസ്. ബനാറസി മെറ്റീരിയൽ, ഒരു കുഞ്ഞു വാവയ്ക്ക് ചെയ്തതാണ്. ഓക്കെ, 1 വയസ്സുള്ള കുട്ടിയായിരിക്കണം തോന്നുന്നു. ആ, ഇതൊക്കെ ഇപ്പോഴത്തെ സിമ്പിൾ കഫ്താൻസ് ആണ്. ഇതൊക്കെ ഏത് റേഞ്ചാണ് അനു? ഇതെല്ലാം 1899 ആണ്. ഇന്നറും കിട്ടും കേട്ടോ. അത് ഒറ്റ ഇതല്ല, 2 പീസ് ഉണ്ടാവും. ഫാബ്രിക് പ്ലസ് ഇന്നറും കൂടി ചേർത്ത് 118, അതായത് 1899. 2 പീസ് ഉണ്ടാവും. അകത്തൊരു ഇന്നർ വേറും ഉണ്ടാകും. ഇതൊരു കുറേ ഉണ്ട്, അത് ഇങ്ങനത്തെ കുറേ. ഇറ്റ്സ് ഓൾ ഓണം കളക്ഷൻസ് ആണ്. നൈസ് അല്ലേ? എനിക്ക് എന്തായാലും കഫ്താൻ എടുക്കാൻ പ്ലാനുണ്ട്. ബാക്കിലൊരു കെട്ടൊക്കെ ഉണ്ടാവും. പിന്നെ എംബ്രോയിഡറി ഇത് വെച്ചിട്ടുള്ളതും ഉണ്ട് അല്ലേ, ലേസ് വെച്ചിട്ട്. ഇതൊക്കെ സെയിം റേഞ്ചാണോ? 2,999, അതായത് 3,000. മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ്, കുറച്ച് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ കുറേ ഉണ്ട്. ഇത് അങ്ങനെയല്ല, പ്ലെയിൻ സിമ്പിൾ. നല്ല നീളമുണ്ടല്ലോ ആവശ്യത്തിന്. അപ്പോൾ നല്ല ടോളായിട്ടുള്ളവർക്കും കറക്റ്റ് അല്ലേ ഫുൾ കഫ്താൻ. ഇറ്റ്സ് ഓൾ നൈസ്. പോൾക്കോ ഡോട്ട്സിൻ്റെ സൈഡ്സിൽ നൈസ്. അകത്ത് ഇത് കുറച്ച് സീ ത്രൂ ആണല്ലോ, അതുകൊണ്ടാണ് അകത്ത് ഇന്നറും കൂടി ചേർത്ത് സ്ലീവ്ലെസ്. ഇതൊരു സെറ്റ്. അനുവിൻ്റെ ബുട്ടീക്ക് നല്ല എസ്തെറ്റിക്കലി ആണ് നല്ല ഇട്ടിരിക്കുന്നത്. ബുദ്ധനൊക്കെ ഉണ്ട്. ഓക്കെ, തൊഴുതുകൊണ്ടിരിക്കുന്ന ബുദ്ധൻ മരച്ചുവട്ടിൽ തന്നെയാണ് ബുദ്ധൻ. ഓക്കെ, അല്ല, ബുദ്ധനാണ് ഇവിടുത്തെ പീസാണ് എല്ലായിടത്തും. സമാധാനം. എല്ലാം ഒരു എത്തനിക് പാറ്റേൺ ആണ്. ഓക്കെ, നേരിയതൊക്കെയാണ് കേർട്ടൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു റൂം, ഇതിവിടുത്തെ ട്രയൽ റൂം. ആഹാ, നല്ലത്. നൈസ്. ഓ, നല്ല സുഖം, നല്ല AC യുടെ തണുപ്പൊക്കെ.
ഇത് ട്രയൽ റൂമാണ്. എനിക്കിപ്പോൾ ഡ്രസ്സ് ഇട്ടൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറിയിട്ട് കർട്ടൻ കഴിയും. ഇതിനകത്താണ് ട്രയൽ കർട്ടൻ ഇട്ട് ഫുൾ കണ്ണാടി. ഓക്കെ, കാണാം. സാരി, നല്ല സാരി കേട്ടോ, ബ്യൂട്ടിഫുൾ. ലോട്ടസിൻ്റെ ഓക്കെ, ലോട്ടസിൻ്റെ ബ്യൂട്ടിഫുള്ള്. ഇത് ഓർഗൻസ മെറ്റീരിയലാണ്. ഇപ്പോഴത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസാസ് ഉണ്ടല്ലോ, അതാണ് വെരി നൈസ്. ഇതിൻ്റെ വില എന്താകും ഏകദേശം? ഇത് 4999. ദാറ്റ്സ് 5000 ഒരു രൂപ കുറവ്. ബാറ്റ കമ്പനി ലേബൽ അനുരാധ. പക്ഷേ ഹാൻഡ് വർക്കാണ് കേട്ടോ വെച്ച് ചെയ്തത്. അപ്പോൾ അത്രയും സറി വർക്കാണ്, കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത്. മിററുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ മിറേഴ്സ് ഉണ്ട്. ഇവിടെ അവിടെ എല്ലാം മിറേഴ്സാണ്. ഓണം വന്നല്ലേ അനു, അതേ കണ്ടില്ലേ ഡെക്കറേഷൻസ്. അടുത്ത മുറിയിലേക്ക് കയറുന്നു. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആൾക്കാർ. ഹാൻഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് സാരിയിലൊക്കെ ഉള്ളതല്ലേ അനു? കഫ്താനാണോ? ഓക്കെ, ആണല്ലേ? ഓക്കെ ഓക്കെ. ഓ ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, നൈസ്. പിന്നെ ഇത് വേറെ കുറേ കളക്ഷൻസ് സാരീസ് ഉണ്ട്. ഇതെല്ലാം കുറച്ച് സാരീസാണ്. ഓണം സ്പെഷ്യൽ ഓണം സാരീസ്. സിമ്പിൾ കുർത്താസ്. ഇത് വേറെ ഒരു കുറച്ച് സ്റ്റിച്ചസ്, ഇതേ സെയിം കരയുടെ സ്റ്റിച്ചസ്. ഓക്കെ, ഇതിന് മറ്റേ അകത്ത് ഇതിന് ലൈനിങ് ഉണ്ട് ഓൾറെഡി. ഓ ശരി ശരി, ഓക്കെ. 1599. ഓക്കെ, 1600 അങ്ങനെ വിചാരിക്കാം. ഓക്കെ, പല കളേഴ്സ് ഉണ്ട്. ഷോർട്ട് സ്ലീവാണ്, ക്യാപ് സ്ലീവ്സ്. അതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. കുറേ ഓറഞ്ച്, ഇതെല്ലാം നേരിയതിലാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അതിൽ പക്ഷേ കുറച്ചിങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചസ്. ഒരു ഈ ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്, പിന്നെന്താ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക്, പിന്നെ ലൈലാക്ക്, ലാവൻഡർ, കുറേ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ, ഇത് പിൻ ടക്സ് വരുന്ന അല്ലേ? ഓക്കെ, എൽബോ സ്ലീവാണ് നെയ്തതിൽ. ആ, സ്ലീവിൻ്റെ അവിടെയും ഒരു ഡീറ്റെയിലിംഗ്. ഓക്കെ, നെക്കിൻ്റെ പോർഷനിൽ ഒരു അങ്ങനെ ചെയ്ത് പിൻ ടക്സ്. പിൻടക്കിൻ്റെ തന്നെ ഇത് വൺ സൈഡഡ് മാത്രം. ഇത് 1999, 2000. ഓക്കെ, ഇത് സൈഡിൽ ഒരു സൈഡിൽ മാത്രം പിൻ ടക്സ്. അത് വ്യത്യാസമുണ്ട്. അത് 1799. അത് 1799. സെൻറ്റർ പോർഷനിൽ മാത്രം. ഇത് കയ്യിൽ കസവൊക്കെ ആയിട്ട് ഡിഫറെൻറ്റ് വേർഷൻസ്. 1799. പിന്നെ ഇത് ഹോൾട്ടർ നെക്സ് വരുന്ന കുർത്താസ്. ഇതെല്ലാം നമ്മൾ ഡിസ്പ്ലേക്ക് മാത്രം ഒന്നൊന്ന് പീസ് ഇട്ടിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, ഇത് 1799. ഇതെങ്ങനെ ഹോൾട്ടർ നെക്ക്? ഇത് നമ്മുടെ ആക്ച്വലി എല്ലാം കഴിഞ്ഞു. ഇതിന് ഉണ്ടാക്കിയാലേ ഉള്ളൂ അല്ലേ? ഉണ്ടാക്കാനും മെറ്റീരിയലും എല്ലാം കഴിഞ്ഞു. ഇത് ഭയങ്കര ഹോട്ട് സെല്ലിംഗ് പ്രോപ്പർട്ടി ആയിരുന്നു. കഫ്താൻ പ്ലസ് ഈ ഒരു ടോപ്പ്, ഈ ഒരു എ ലൈൻ കുർത്തി ഭയങ്കര ഡിമാൻഡായിരുന്നു. അത് പോയി കഴിഞ്ഞു, ഇനി ഇല്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. വേറെ ഈ മെറ്റീരിയൽ ഇനി കിട്ടുന്നില്ല അല്ലേ? ഇത് കഫ്താന്. ഇത് നമ്മൾ പുതിയതായിട്ട് നമ്മൾ സൈഡ്സ് അടിച്ചിട്ടില്ല. ഓ, ആള് വന്ന് ഇട്ട് നോക്കിയതിന് ശേഷം അതായത് റെഡി ടു സ്റ്റിച്ച് മോഡൽ അല്ലേ? ഹാഫ് സ്റ്റിച്ച്ഡ് ആണ്. ചിലവർക്ക് കുറച്ച് പ്ലസ് സൈസ് വേണമല്ലോ, അപ്പൊ ഈ സൈഡ്സ് അടിക്കാണ്ട് നമ്മുടെ മെഷർമെന്റ് എടുത്തിട്ട് ചെയ്തു തരും. അത് ഓൾറെഡി അടിച്ചതും നമുക്ക് ഉണ്ട്. കറക്റ്റ് ചെയ്യാം. ഇതെല്ലാം എത്രയാ മനു? ഇതെല്ലാം റേഞ്ച് വരുന്നത്? ഇതൊക്കെ സെറ്റ് സാരീസാണ് കേട്ടോ. എല്ലാം ഏരിയകളാണ് ഇങ്ങനെ മാറുന്നത് ഡിഫറെൻ്റ് ആയിട്ട്. 2,999. ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ്, സ്റ്റിച്ചിങ് 3,000 എല്ലാം കൂടെ ചേർത്ത് 3000. ഓക്കെ, ആ റേഞ്ച്. ഇതെല്ലാം അങ്ങനെയാണ്. ഓക്കെ, ഇതെല്ലാം കുറേ ഗംഭീരമായ പരിപാടികൾ. ഇവിടെ കുറച്ച് ഫാബ്രിക്സ് ഉണ്ട്. ഇതെല്ലാം പ്യുവർ ജയ്പൂർ കോട്ടൻ്റെ പ്യുവർ ഫാബ്രിക്സ്. അത് മെറ്റീരിയലായിട്ട് വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ സാരീസിൻ്റെ കൂടുതൽ കളക്ഷൻ കാണുന്നു. അടുത്ത മുറിയിലേക്ക് കയറാം. ഇവിടെ ബുദ്ധനുണ്ട്. ജയ്പൂർ ഫാബ്രിക്സ് ആണ് കേട്ടോ മെറ്റീരിയൽ. ഇത് പിന്നെ കുറേ സാരീസിൻ്റെ കളക്ഷൻ.
ഇതെല്ലാം വർക്ക് ചെയ്ത സാരീസ് ആണല്ലോ അനു. വർക്ക് ചെയ്ത കുറച്ച് പീസസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ അതെ, ഇത് മറ്റേ ഓർഗൻസയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതെ അതെ, ഏതായിരുന്നു എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ കളറ്? ഇതായിരുന്നോ? നൈസ്. ഇത് ഓർഗൻസയിൽ കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്താണ്, ബീഡ്സും എല്ലാം വെച്ചിട്ട് ബ്യൂട്ടിഫുൾ സാരി. ബീഡ്സും സീക്വൻസും. വാവ്, കളറേ നൈസ്. ഇത് ബ്ലൗസ് പറയുവാണെങ്കിൽ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്ത് തരും. ഇതൊരു ഫ്ലോറൽ തീമിലാണ് ഈ ഒരു ഇത് വരുന്നത് സാരി. കംപ്ലീറ്റ് ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്, വെരി നൈസ്. ഇതിപ്പോൾ ജസ്റ്റ് ഡിസ്പ്ലേക്ക് 2 ഇത് നല്ല ഭംഗി. 2 വെച്ചിട്ടുണ്ട്. ഫുൾ ബീഡ്സ് ആൻഡ് സീക്വൻസ്, ഇത് നല്ല ഭംഗി, അതും ഭംഗിയുണ്ട്. വെരി നൈസ്. ഓർഗൻസ. ഇത് ശരിക്കും കുറച്ച് ഇറക്കമുള്ള ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ ചിലർക്കൊരു ഇതുണ്ട്, കാരണം ഓർഗാൻസ മെറ്റീരിയൽ സീ ത്രൂ ആയതുകൊണ്ടല്ലേ. പക്ഷെ ഇപ്പൊ ഒരുപാട് പേര് ഓർഗാൻസ ഇടുന്നുണ്ട്. അതെ തന്നെ, ഇപ്പൊ അങ്ങനെ വണ്ണുണ്ട് വണ്ണില്ല അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഓർഗാൻസ മെറ്റീരിയൽ. പക്ഷെ നല്ല മെറ്റീരിയൽ, ഭയങ്കര ഒരു സോഫ്റ്റ് ആണ് കേട്ടോ, റോയൽ ലുക്കാണ്. പിന്നെ മെറ്റീരിയൽ ഇതിൽ ഫുള്ള് ബീഡ് വർക്കാണ്, ഫ്ലോറൽ ആണോ? നൈസ്. വാവ്, കൊള്ളാമല്ലോ. ഇത് 4999, അതായത് 5000 റുപ്പീസാണ്. രണ്ടും സെയിം ആണോ അനു? മറ്റേതിലും അതേ വിലയാണ്? ഓക്കെ ഓക്കെ, രണ്ടും സെയിം ആണ്. പിന്നെ ഇത് ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് കളക്ഷൻ. പിന്നെയും ഇപ്പോഴത്തെ ഒരു ഇതെന്ത് ഇതായിരുന്നു മെറ്റീരിയൽ? ഉപ്പട സിൽക്കിൽ ഫ്ലോയി മെറ്റീരിയലാണ്. അപ്പോൾ അതിൽ നാഗപടത്തിൻ്റെ കുറച്ച് വലിയ മോട്ടീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിൽക്കി മെറ്റീരിയൽ കേട്ടോ, സിൽക്ക് ഉപ്പട സിൽക്ക്. ഇത് കണ്ടോ, നാഗപടത്തിൻ്റെ മോട്ടീവ്സാണ്, ബീഡ്സും മറ്റേ ചെറി ഇതൊക്കെ വെച്ചിട്ട്. ഇത് നൈസ്. ഇത് ഏകദേശം 7000 അല്ലേ? 699, 7000 റുപ്പീസാണ്. ഇടാൻ പറ്റും. നൈസാണ്. ഇത് ഓർഗൻസയിൽ ചെറിയ ചെറിയ മോട്ടീവ്സ് വരുന്ന ഷുഗർ കട്ട് പീസിന്റെ ലൈൻസ് വരുന്ന ഒരു സാരിയാണ്. ഇതിപ്പോൾ ഞാൻ ഈ എന്താ പറയുക, ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഭയങ്കര ലൗഡാണ്, ഫുൾ പ്രിൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഭംഗി കറക്റ്റ് അറിയാൻ പറ്റാത്ത. പക്ഷേ അല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. അതായത് നോക്കേ, ലൈൻസൊക്കെ ആയിട്ട്. ഇതും ഒരു 6000 അല്ലേ? ഇതിനൊക്കെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഏത് വേണമെങ്കിലും ഇടാം. ഇനി കളർ ഗ്രീൻ, റെഡ്. ആ, ഇതിൻ്റെ തന്നെ ഇതിൽ കോപ്പർ ഇത് പാറ്റേൺ വേറെ. മനസ്സിലായി. ഓക്കെ, നല്ല ഷെയ്ഡ്, നല്ല ഷെയ്ഡ്. ഇനി അഗെയിൻ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. ഓർഗൻസ. അപ്പോൾ ഇതൊക്കെ ഒരു 6000 മിനിമലായിട്ട് ഇടാൻ പറ്റും ഫംഗ്ഷൻസിനൊക്കെ. നമ്മുടെ കൂടുതലും അങ്ങനത്തെ കളക്ഷൻ. അതിൻ്റെ തന്നെ വേറെ കളേഴ്സ് ഉണ്ട്. നോക്കിയാൽ ഈ കളറുണ്ട്, ഒരു ലെമൺ യെല്ലോ ഉണ്ട്. ഓൾ കളേഴ്സ്. അല്ലാതെ കുറച്ച് മൽമൽ കോട്ടന്റെ സാരി. പിന്നെ ഇത് വേറൊരെണ്ണം, അത് ഞാൻ റെഡ് കാണിച്ചില്ല, അതേപോലത്തെ സെയിം. യെസ്, ലോട്ടസ്. അവിടെ വെളിയിൽ നമ്മൾ മാനിക്യൂറിൽ ഇട്ട അല്ലേ, ട്രയൽ റൂമിൽ കണ്ട ആ റെഡിൻ്റെ വേറൊരു കളർ. ഇതൊരു ഉള്ളിത്തൊലിയുടെ കളറാണ് അല്ലേ, ഓണിയൻ പീൽ കളർ. ഇതെല്ലാം മൽമൽ കോട്ടൺ സാരീസ്. ഡെയിലി വെയറിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസ് എല്ലാം എല്ലാം 2000 വരുന്നുള്ളൂ സാരീസ് എല്ലാം. അതെല്ലാം നോർമൽ എന്താ മൽമൽ സാരീസ്, കോട്ടൺ, സോഫ്റ്റ് കോട്ടൺസ് എല്ലാം ഒരു 2000 ആ റേഞ്ചിനകത്ത്. 1600 അങ്ങനെ പല ആ ഒരു എന്തായാലും ബിലോ 2000. രണ്ടാമത് സ്റ്റോക്ക് വന്ന താമരയാണ്. താമര വീണ്ടും ഡിമാൻഡ് വന്നിട്ട് വന്നതാണത്. ഇതെല്ലാം നല്ല സാരീസ്. ഏത് കളക്ഷനാണ് ഇത്? ധടക്. ധടക് കളക്ഷൻസ് 1699. അത് ആ കാറ്റഗറിയിൽ വരുന്നതാണ്. $1,099. ഇത് 2000. ഇത് മുൾ കോട്ടൻ്റെ സറി ലൈൻസായിട്ട്. ഇത് ഗ്രീൻ, ചെറിയ കസവ് ലൈൻസ് ഉണ്ട് കേട്ടോ ഇതിൽ. കോട്ടണിൽ മുൾ കോട്ടനാണ്. അതിൻ്റെ ഗ്രീനുണ്ട്, പേർപ്പിളുണ്ട്, വയലറ്റ്, റെഡ് എല്ലാം ഒരു 2000
ആ റേഞ്ച്. ബ്ലാക്ക് ഇതൊക്കെ വേറെ സാരീസ്. മൽമലിൻ്റെ ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. 1699 നോക്കിയേ. ഇറ്റ്സ് നൈസ്. അഗൈൻ ദിസ് ഇസ് നൈസ്. എല്ലാം നല്ലതാണ് കേട്ടോ. എല്ലാം നല്ല ഹാൻഡ് പിക്ഡ് പോലെ എല്ലാം നല്ല നല്ല കളക്ഷൻസാണ്. മനസ്സിലായില്ലേ? അയ്യോ ഇത് നല്ല ഒരു യെല്ലോ. സി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ യെല്ലോ. 2 ഷെയ്ഡുണ്ടെന്ന് തോന്നുന്നു അല്ലേ അനു? അത് അല്ലേ? ഉള്ളിലോട്ട് വേറെ ഓറഞ്ചും യെല്ലോയും കൂടി ചേർന്ന് വരുന്നതാണ്. വെരി നൈസ്. 1699. ഓക്കെ നൈസ്. ഇത് വെരി നൈസ്. ഇതും സെയിം പ്രൈസാണ്. ലെമൺ യെല്ലോ, ഓറഞ്ചും പിന്നൊരു ഗ്രീനും. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതാണോ ഇതാണോ വേണ്ടത്? ഇത് ബ്ലൂ ആൻഡ് ഇതെനിക്ക് ഇഷ്ടമുള്ള കോംബോ ആണ്. ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. മെജന്ത ആൻഡ് റോയൽ ബ്ലൂ. ഇറ്റ്സ് നൈസ്. ഇത് കുറച്ച് ചന്തേരി സാരീസിനൊക്കെ വില സെമി. അത് 1699. അതെ അതെ അത്യാവശ്യം ഇടാൻ പറ്റുന്ന അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അതെ ദിസ് ഇസ് എ നൈസ് സാരി. ഇത് ഏതാനു? മല്ലിൻ്റെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബംഗാൾ കോട്ടൻ്റെ ലുക്ക് അല്ലേ? ആ ഡിസൈനും അതുപോലത്തെ പ്രിൻ്റൊക്കെ മല്ലാണ്. പക്ഷേ ബംഗാൾ കോട്ടനാണെങ്കിൽ പടപടാന്നിരിക്കും. ഭയങ്കര ഹെവി ആയിരിക്കും. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതെന്താ വില? വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് റെഡ് മീൻ ഓഫ് വൈറ്റ് ക്രീം അല്ല മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ ദാറ്റ് മീൻസ് ഒരു 1900. ആ അല്ലാത്തൊക്കെ 2000 റേഞ്ചിലൊക്കെ ഇഷ്ടം പോലെ. 1500 2000 ഇടയ്ക്ക്. ഇത് ലൈൻസ് ഇതാണല്ലേ? തിരിച്ചാണ് അല്ലേ? ഇങ്ങനെ. ആ മനസ്സിലായി. ആണോ? ആ ഓക്കെ. സർക്കിൾ. ഇതെന്ത്? ഇതൊന്ന് സെമി കോട്ട. അത് കുറച്ച് വില സിന്തറ്റിക് കോട്ടയാണ് അല്ലേ? വേണം എന്ന് പറയും. 1699. ഇതെല്ലാം റേഞ്ചാണ്. ഓക്കെ. അതിൻ്റെ തന്നെ ബ്ലാക്ക് ആൻഡ് റെഡ്. ഇങ്ങനെ കുറേ സാരീസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ലേബൽ അനുരാധയ്ക്ക് ഓൺലൈനുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ വാട്സാപ്പ്. അതായത് അതാണ് റീബ്രാൻഡിങ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഓക്കെ. പുളിയിലക്കരയുടെ സെറ്റ് ഫുള്ള് ഇപ്രാവശ്യം ഇതെല്ലാം ഇപ്പോൾ ഫാഷനാണ്. പുളിയിലക്കരയാണ് ഇപ്പോഴത്തെ ഫാഷൻ. സിമ്പിൾ. അതിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ. നല്ല വീതി നീളമൊക്കെ ഉണ്ട്. പക്ഷേ കുറേ കളേഴ്സ് ഉണ്ട്. ബ്ലൂ, ബ്ലാക്ക്, മെറൂൺ, റെഡ്, ലൈലാക്ക്, ദാറ്റ് ഇസ് മറ്റേ എന്താ പറയുക ലാവൻഡർ, എല്ലാ കളേഴ്സും ഉണ്ട്. ഓക്കെ നല്ല ഒരു കളക്ഷൻ. ഇപ്പോൾ പർച്ചേസ് ചെയ്തില്ലെങ്കിലും എല്ലാം എടുത്ത് നോക്കാം. കാരണം വന്ന് ഇപ്പം നമ്മൾ എടുത്തു തരില്ല ഒന്നുമല്ല. ഇഷ്ടമുള്ള എല്ലാം നമ്മളെല്ലാം കാണിച്ചു തരും. അതെ പർച്ചേസ് ചെയ്യണമെന്നില്ല. എല്ലാം നിർബന്ധമില്ല. വന്ന് നോക്കിയിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇഷ്ടമാണെങ്കിൽ മേടിക്കാം. എല്ലാം കാണിച്ചു തരും. ഏത് കസ്റ്റമറും എല്ലാം കാണിച്ചു തരും. ഇതാണ് അനുക്കുട്ടിയുടെ അടുത്ത് തയ്ക്കാൻ കൊടുത്തത്. ലേബൽ അനുരാധ. അതെ ഫുൾ ഡിസൈൻ. ബാക്ക് നോക്കിയാൽ അത് പറഞ്ഞു തന്നേ അനു എന്തൊക്കെയാണെന്ന്. ഇത് ബീഡ്സ് ബാക്കിൽ ഡോറി വെച്ചിട്ടുണ്ട്. ഡോറി. പിന്നെ അകത്ത് പാഡഡ് ആണ്. ഇത് പാഡഡ് ബ്ലൗസാ. ഫ്രണ്ട് ഓപ്പൺ പാഡഡ് പ്രിൻസസ് കട്ട് ഫുൾ സ്ലീവ്. സ്ലീവിൻ്റെ അവിടെ നെറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ സാരിയിൽ എടുക്കുന്ന ഫാബ്രിക് ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത് ഇപ്പോൾ ജനറലി വരുന്ന സാരീസിലും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സ്ലീവിനൊക്കെ നീളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ മാറ്റി ചെയ്യണം. അപ്പോൾ
ബാക്കിലാണ് ഇത് ഹാങ്ങിങ് ബീഡ്സ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് ബാക്കിൽ നിന്ന് കാണുമ്പോൾ. നൈസ് നൈസ്. ഇതാണ് ഇനി അടുത്ത എൻ്റെ ബ്ലൗസ്. ഫോട്ടോസ് വരുന്നുണ്ട്, ഉടൻ പ്രതീക്ഷിക്കുക. ഇനി അനുക്കുട്ടിയുടെ ഓഫീസ് റൂമിലേക്ക് പോവാം. വർക്കിംഗ് സ്പേസ്, ഷൂട്ടിംഗ് സ്പേസ് എല്ലാം കൂടി ചേർന്നാണ്. ഇവിടെയാണ് അനുവിൻ്റെ വീഡിയോസൊക്കെ അനു ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമായി മാറിയിട്ടുണ്ട്. പിന്നെ ഇത് ബാക്ക് ഡ്രോപ്പായിട്ടൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ എന്താ ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്, CCTV എല്ലാ റൂംസിൻ്റെയും കാണാം അനുവിന് ഇതിനകത്തിരുന്ന് തന്നെ. അപ്പോൾ ഇത് അനുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്കിംഗ് ഓഫീസ് സ്പേസാണ് അനു ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ കൊള്ളാം. അനു അടിപൊളിയായിട്ടുണ്ട്. അല്ല അത് വേണ്ട, പിന്നെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ലേബൽ അനുരാധ റീബ്രാൻഡ് ചെയ്തിട്ട് ഗംഭീരമായിരിക്കുകയാണ്. വെരി ഇംപ്രസീവ്, നല്ല ടേസ്റ്റ്ഫുള്ളി ഡൺ. എൻ്റെ അഭിപ്രായമാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അഭിമാനമുണ്ട്, ഫീലിംഗ് പ്രൗഡ്. നല്ലതായിട്ട് ഒറ്റയ്ക്ക് ഇത് ഇത്രയും ചെയ്ത ഒറ്റയ്ക്കാണ്. അനുവിൻ്റെ തന്നെ എഫേർട്ടാണ്. ചെയ്യാൻ പറ്റില്ല. എല്ലാം ഭയങ്കര എഫേർട്ട് എടുത്ത് എല്ലാം ചെയ്തു, നന്നായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല എത്തനിക്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മോളെ ഇത്രയും നന്നായിട്ട് കംപ്ലീറ്റ് നോക്കി. ഞാൻ ഇതിൻ്റെ പുറകെ നടക്കാൻ സമയത്തും എല്ലാം വേറൊന്നും കൊണ്ട് പറയുന്നില്ല. എനിക്ക് പുടു കുഴപ്പമില്ല, പുടു ഭയങ്കര കംഫർട്ടബിൾ ആണ്. അമ്മയുടെ അടുത്ത് അമ്മയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എന്നാലും എനിക്ക് വിളിക്കേണ്ട പോലും ആവശ്യമില്ല. എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. അമ്മ കംപ്ലീറ്റ് അവൻ്റെ കാര്യം കംപ്ലീറ്റ് നോക്കി. ഞാൻ ശരിക്കും പറഞ്ഞാൽ വീട്ടിലധികം ഇല്ലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ഇവിടെ ഓണത്തിന് മുന്നേ ഇതെല്ലാം ഫിനിഷ് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡെങ്കി വന്നു. അപ്പോഴുമില്ല, ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആ സമയത്ത് കംപ്ലീറ്റ് അമ്മയാണ് നോക്കിയത്. ഞാൻ അത് എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. ആ ഒരു കാര്യത്തിന് ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്. അയ്യോ, അത് എൻ്റെ ഒരു എന്താ പറയുക, അതിനൊരു നമ്മളങ്ങനെ പറയേണ്ട ആവശ്യമില്ല. താങ്ക്സ് വേണ്ട. കാര്യം പുടു ഇസ് മൈ ഗ്രാൻഡ് ചൈൽഡ്. ഡോട്ടർ എൻ്റെ മൂന്നാമത്തെ കുട്ടിയായിട്ട് അമ്മ നമ്മൾ രണ്ട് മക്കളെ പോലെ. സത്യം, അതാണ് ഞാൻ അങ്ങനെയാണ്. അനുവിൻ്റെ ഇതാണ് തട്ടി പഠിച്ച വീട് കുടുവിട്ട് കൊടുക്കുന്നത്. അനു എന്തെങ്കിലും കഴിക്കാൻ എടുക്കുമ്പോൾ ഞാൻ പറയും ഇത് കുടുവിട്ട് കൊടുക്കണത്. അനു അമ്മ അങ്ങനത്തെ ഒരു ഇതാണ്. എന്തായാലും വലിയ സന്തോഷം. ഇതൊക്കെയായി എന്തായാലും ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ഓണം സെയിലൊക്കെ നന്നായി നടക്കുന്നു. ഷീ സോ ബിസി. കുറേ ഇപ്പോൾ രാത്രിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഒരു ഇത് കഴിയുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് ഞാനിങ്ങനെ സ്കെച്ചൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം അനു തന്നെ പേഴ്സണലി ഡിസൈൻ ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓരോ പുതിയ ഡിസൈൻസ്, ഓരോ പാറ്റേണും അനു തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്രിയേറ്റീവ്, അടിപൊളി, നൈസ്. അപ്പോൾ ഇത് ബ്ലൗസിൽ ഞാൻ ഇതാണ്. ഞാൻ സാരി 2-3 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എടുക്കാം. കഫ്താൻ എനിക്ക് എൻ്റെ ഒരു സൈസിന് കസ്റ്റമൈസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ എല്ലാ കാര്യം. അപ്പോൾ എൻ്റെ മെഷർമെൻ്റ് അങ്ങ് എടുത്ത് വയ്ക്കാം. ഈ ബ്ലൗസിൻ്റെ അല്ലാതെ കഫ്താൻ്റെ മെഷർമെൻറ്റ് കൂടി. അപ്പോൾ ഇതാണ് വിശേഷം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിലേക്ക് ഇറങ്ങാൻ പോകണേ. ഇന്ന് ഓണത്തിൻ്റെ തിരക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേച്ച് പോവാം. ഓണം കാണാൻ ഇറങ്ങിയിരിക്കും. അവിടെ ഇവിടെ ഇങ്ങനെ വഴിയോര കച്ചവടം ധാരാളം പൊടിപൂരമാണ്. ഇഷ്ടം പോലെ സാധ്യതകൾ. വള, മാല, കമ്മൽ, ഡ്രസ്സ് ഈ സൈഡിലും ഉണ്ട്. ഇവിടെ നോക്കണം. വള അതാണ് പറയുന്നത്, തിരുവോണം ഫാൻസി. പക്ഷേ നമുക്ക് അക്കടത്ത് കടയിൽ കയറി നോക്കണ്ട പോകും. അവിടെ കുപ്പിവള കളക്ഷൻസ് ഉണ്ട്. അതല്ല, ഞാനിവിടെ കുറച്ച് കമ്മലൊക്കെ കണ്ട്. ആ, കമ്മൽ ഇവിടെ ഉണ്ടല്ലേ. നൈസ് നൈസ്. ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ? ഇവിടുത്തെ കളക്ഷനാണ്. ഇതൊക്കെ എന്നെ വില 50 രൂപയേ ഉള്ളൂ. ഓ, വലിയ കൂടിയതാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ, ക്വാളിറ്റി വൈസ്. പക്ഷേ 50 റുപ്പീസേ ഉള്ളൂ. ഒരു സിമ്പിളായിട്ട് അല്ലേ, ഒരു ദിവസം 2 ദിവസം ഒരു മാസമൊക്കെ നല്ലതായിട്ട് ഉപയോഗിക്കാം അല്ലേ. അങ്ങനെ ചീത്താവൊന്നുമില്ല. ഇത് മറ്റേ സ്റ്റോൺസൊക്കെ വെച്ച് ഇത് എല്ലാം ഒരേ വിലയാ? 50 ഉള്ളൂ. ഏതെടുത്താലും 50? അയ്യോ, ഏത് മാല എടുത്താലും ജസ്റ്റ് 50 റുപ്പീസ്. ഇതൊക്കെ നോക്കിയേ. ആ, നൈസ്. 50 രൂപയേ ഉള്ളൂ ഏതെടുത്താലും. ലക്ഷ്മി ലോക്കറ്റ് പേള് ഇത് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാം 50 റുപ്പീസും 50 റുപ്പീസ് ഉള്ളി. കുറേ ഉണ്ട്, ലോട്ട് ഓഫ് കളക്ഷൻ. പിന്നെ ഈ സിൽവർ വൈറ്റ്സ് എന്തെങ്കിലും പറഞ്ഞത് വൈറ്റ് മെറ്റൽ അല്ലേ, വൈറ്റ് മെറ്റലിലുള്ളതുണ്ട്. സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഇത് നോക്കിയേ. എന്താ ഇത് നോക്ക്, ബട്ടർഫ്ലൈ. കുറേ നല്ല കളക്ഷൻ. ഇതൊക്കെ നോക്കിയേ, ഏതെടുത്താലും 50 രൂപ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ.
ഈ ഓണസമയമാകുമ്പോൾ എല്ലാവർക്കും സെറ്റ് സാരിയുടെ കൂടെയൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഈ ഇപ്പോഴത്തെ ടീനേജേഴ്സ് കുറേ ആൾക്കാർക്കൊക്കെ ഇതിങ്ങനെ കുറേ മാല. ഇതുമൊക്കെ 50 തന്നെയാണോ? അതും എല്ലാം 50. ബീഡ്സിലെ ലോക്കറ്റ് വൈറ്റ്, ഓഫ് യെല്ലോ, ബ്ലാക്ക്, ഇതെല്ലാം ഇതുമൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ? ബ്ലാക്ക് ഓക്കെ, വെരി നൈസ്. 50 റുപ്പീസ് ഉള്ളി. ഒരു ബ്ലാക്ക് തരും. ഇതെല്ലാം 200-ൻ്റെ ആണ്. ഇതെല്ലാം 200 രൂപ. നോക്കിക്കോളൂ. സോൾ 200. ഒരിടത്തും കിട്ടില്ലേ വിലയ്ക്കൊന്നും. ഇതൊക്കെ നോക്ക് സന്ധ്യ, 200 രൂപയേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം 200. ഇറ്റ്സ് എ ഫാൻസി തിങ്സ്. ഇതെല്ലാം 150. ദിസ് ഓൾ ഇത് ഇന്ത്യയാണ് കേട്ടോ, ഇന്ത്യയാണ്. അവിടെ തമിഴായിരുന്നു. ഇത് നോക്കി ലോട്ടസ്. അയ്യോ, ഇതെല്ലാം 150. 150. ഓക്കെ, സാധാ നെയ്യേ അച്ഛേ. നോക്ക് നൈസ്. 150. ഇതെല്ലാം 150. ഓ സബ് 150. ഓക്കെ, ഇതൊക്കെ നോക്കിയേ. ഓ ഇതൊക്കെ അടിപൊളി. 150 രൂപയുടെ. വലിയ ഹെവി ഒന്നും അല്ല കേട്ടോ, കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. ചിലത് നല്ലത്. അയ്യോ 10 പോലെ ഇരിക്കും. നോക്കി സന്ധ്യ, ഇതൊക്കെ വെയിറ്റ് കുറവാണ്. കാത് തൂങ്ങത്തുമില്ല നല്ലതായിട്ട്. ഇതെല്ലാം 150. പിന്നെ ഇതെല്ലാം വള, ബാംഗിൾസ് കിത്തന കാ ഹേ? ബാംഗിൾസ് 200. ഇതൊക്കെ 200. ഒരു മുടുവ് പോലെ. പിന്നെ ഇതൊക്കെ എന്താ ചോക്കറാ? മാല. ഓ നെക്ലേസ്, ചോക്കർ. ഇത് ചോക്കർ ടൈപ്പാന്ന് തോന്നുന്നു. സബ് 200. 250. 250. ഇതെല്ലാം 250. ഓക്കെ, അങ്ങനെ കുറേ ഉണ്ട്. ഉണ്ട് നല്ല ഭംഗി. ഇത് നല്ല ഭംഗി. ഇതേ നോക്കിയേ, അത് ബ്ലാക്ക് ബീഡ്സും കൂടെ വെച്ചിട്ട് 250. അല്ല 250. മാല കേട്ടോ. ഓക്കെ, സിമ്പിൾ ചോക്ക്. നല്ല മുല്ലപ്പൂവിൻ്റെ മണം ഇവിടെ നിന്നപ്പോൾ. ഇവിടെ അടുത്ത് അതാണ് അടുത്തൂടെ പൂ പോയതാട്ടോ. തത്തു പാടാൻ വേണമെന്ന് വെച്ചിട്ട് പോയോ? പക്ഷെ നല്ല മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയ നേരം. ഒരു കമ്മലെടുക്കാം അല്ലേ? 250 കമ്മൽ, അല്ലെങ്കിൽ 150 കമ്മൽ. ഏതാ ചെവിക്ക് പറ്റുന്ന നോക്കി എടുക്കാം. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഞാൻ കുറേ കണ്ടു കേട്ടോ. അതൊക്കെ വലിയ കുഴപ്പമില്ല. ഇതൊന്നും വലിയ പ്രശ്നമില്ല. എനിക്ക് ജുംക്ക ടൈപ്പാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ നമുക്ക് ഏത് വേണമെങ്കിലും നോക്കാമല്ലോ. ഇതൊക്കെ നോക്കി എന്ത് വെറൈറ്റീസ്. നോക്ക്, രാജസ്ഥാനി പാറ്റേൺ പോലെ. നോക്കിയേ, അതുണ്ടോ? ഇതെല്ലാം നല്ല ഭംഗിയുണ്ട്. തൃശ്ശൂലം ഇങ്ങനെയൊക്കെ എന്ത് ഭംഗിയായിരിക്കുന്നു. ഇതിലേതെടുക്കട്ടെ? ഐ എം സോ കൺഫ്യൂസ്ഡ്. ഇതാണെങ്കിലും താഴെ പോകത്തില്ല, ഹെവി അല്ല. നമുക്ക് ഇത് നോക്കിയാൽ ഗണപതി. അയ്യോ സോ നൈസ്. കമ്മൽ നോക്കിയേ, വെറൈറ്റീസ്. ഇതിങ്ങനെ നീണ്ടു കിടക്കും താഴോട്ട്. ഓക്കെ, എത്ര ആൾക്കാരൊന്നും വാങ്ങിയിട്ട് പോകുന്നുണ്ടെന്നറിയാം. ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. ഇവിടെ ഉള്ളിലെ കടകളെക്കാട്ടി ഡിമാൻഡ് പുറത്താണ്. ഇതെൻ്റെ കാതിലൊക്കെ ഭയങ്കര ഓവറായി പോകും. ഭയങ്കര നിൽക്കില്ല തോന്നുന്നു. ചെവിയുടെ സൈഡിലെ ചെറുതെടുക്കാം കുറച്ചുകൂടി. ഓക്കെ, ഇതെനിക്ക് ഉണ്ടത്. നമുക്ക് എന്തെങ്കിലും ഇല്ലാത്ത ഒരു പാറ്റേൺ എടുക്കാം. ഇത് റിംഗ് ടൈപ്പ്. റിംഗ് ചേരും കേട്ടോ. റിംഗും കുഴപ്പമില്ല. ഇത് താമര റിംഗ്. ഓക്കെ, പറിച്ചു തന്നു. 200 രൂപയ്ക്ക് തന്നു. ഞാൻ താങ്ക് യു. അങ്ങനെ ചെറിയ പർച്ചേസുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, ഞാനും സന്ധ്യയും. ഒരു ആന, ഒന്നല്ല കേട്ടോ, 2 ആനയുണ്ട്. ഒന്ന് ബാക്കിൽ നിന്ന് വരികയാണ്. അത് നെറ്റിപ്പട്ടമൊക്കെ ഇട്ടിട്ട് വരികയാണ്. അപ്പോൾ ഇതിങ്ങനെ 2 ആന ഇങ്ങനെ നടന്ന് പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? പഴവങ്ങാടി ഗണപതി കോവിലിൻ്റെ ആ ഭാഗത്തേക്കാണ്, ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ്. ഞങ്ങളും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, ഗണപതി കോവിലിൻ്റെ ഭാഗത്തേക്ക്. ഈ ദിവസം വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. വിനായക ചതുർത്ഥി ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാന്റെ ഉത്സവ ദിവസം എന്ന് പറയുമ്പോൾ ഈ ഒരു പരിസരം ആകെ എന്താ പറയേണ്ടത്, ഒരു ഉത്സവ പ്രതീതിയാണ്. നടന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി. ക്ഷേത്രം ഫുള്ളായിട്ട് ദീപാലങ്കൃതമാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. അയ്യോ,
ആ ക്ഷേത്രത്തിൻ്റെ പരിസരം നോക്കിക്കോളൂ, എന്താ ജനത്തിരക്ക്. പിന്നെ മാത്രമല്ല അതിൻ്റെ ഫ്രണ്ടിൽ 2 ആന അലങ്കരിച്ച ആനതേ അതിൻ്റെ മുന്നേ തന്നെ ഉണ്ടാവും, ക്ഷേത്രത്തിൻ്റെ മുന്നേ തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ പുറത്ത് നിറയെ ഗണപതി വിഗ്രഹങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് വിൽക്കാനായിട്ട്. ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഇതുപോലെ ഗണപതി ഭഗവാന്റെ പല പല ടൈപ്പ് ഓഫ് വിഗ്രഹങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇതെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കണമെന്നറിയാം, അതിമനോഹരം. ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ പഴവങ്ങാടി ഗണപതി ഭഗവാൻ ഇരിക്കുന്ന പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം ഇത്ര മനോഹരമായി കാണുന്നത് ഈ ഒരു സമയത്താണ്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഇലുമിനേറ്റ് ചെയ്ത് ഫുൾ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് എന്താ അല്ലേ, ഇഷ്യൂ എന്താ ഭംഗി. അത് മാത്രമല്ല ക്ഷേത്ര പരിസരം നോക്കിക്കോളൂ, നിറയെ ആൾക്കാരും ബഹളവുമാണ്. ഭക്തജനങ്ങളെ കൊണ്ടിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ഈ ക്ഷേത്ര പരിസരമാകെ. ഇതിൻ്റെ ഇടയിലേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഇറങ്ങി വരാൻ പറ്റില്ല, അത്രയ്ക്ക് ക്രൗഡാണ് ഇവിടെ. ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, കാര്യം ഉള്ളിലേക്കൊന്നും ഇപ്പോൾ പോയാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല, അത്രയ്ക്ക് ക്രൗഡാണ്, കയറാൻ പോലും പറ്റില്ല, കാരണം അത്രയ്ക്ക് വലിയ ക്യൂ ഒക്കെയാണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ നടന്ന് തിരിച്ച് നമ്മൾ വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് ഇനിയും കുറച്ച് കാഴ്ചകൾ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ തൊട്ട് ഇവിടം വരെ ഇങ്ങനെ നടന്നു വന്നു, ഭഗവാനെ കണ്ടു, പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചു. നല്ല രസമുള്ളൊരു ദിവസം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കുപ്പിവളയാ? മെറ്റല. ഓക്കെ. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുള്ളതുകൊണ്ട് വളയെല്ലാം ഇവിടെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഈ കുപ്പിവള ഇല്ല, എല്ലാം മെറ്റല. ഇത് റെയിൻബോ മോഡൽ, അത് കുട്ടി മെറ്റല്. പക്ഷെ റെയിൻബോ മോഡലില് മെറ്റൽ. കണ്ണാടി ഉണ്ടോ? എവിടെ ഇരിക്കുന്നു? ഇപ്പം ഇല്ല, സാധനം സ്റ്റോക്ക് ഇല്ല. ഓക്കെ ഓക്കെ. ഇതൊക്കെ എന്ത് വില? ഡസൻ സെറ്റ് 4 100 രൂപ. ഇത് പക്ഷെ മെറ്റലാണ്, റെയിൻബോ വെച്ചോളൂ. കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ. ഞാനിപ്പോൾ അധികം ഇറങ്ങുന്നില്ലല്ലോ വെളിയിൽ, അതുകൊണ്ട് അറിയുന്നില്ല. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ നടന്ന് കാണാം നമുക്ക് ഇവിടുത്തെ ഫുൾ കാഴ്ചകൾ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഓണം നമ്മൾ കാണുന്നത്. നിങ്ങളെ കാണിക്കാനായിട്ട് നമ്മൾ കാണുന്നത്, നിങ്ങൾ കാണുന്നത്, ഞാനും സന്ധ്യയും കൂടെ ഒരു ചെറിയൊരു ഈവനിങ് വാക്ക്, നൈറ്റ് കാഴ്ചകളാണ്. നമ്മുടെ വീടിന് പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. ആ മാലയുടെ കളക്ഷൻസ് ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അല്ല 50 രൂപ ഉള്ളി 50 രൂപ. ഇത് കമ്മൽ ഇഷ്ടം പോലെ. കമ്മൽ ചെറുത് വലുതൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം തലയുടെ ബാക്കിൽ പുട്ടപ്പൊക്കെ ചെയ്തിട്ടൊക്കെ വെക്കാനുള്ളതാണ്. ഇതെല്ലാം 50 എന്നല്ലേ പറഞ്ഞേ? 70 70 80 ചെറുതിന് 70 50. ഇതെല്ലാം തലയിൽ എന്തെങ്കിലും ഡിസൈൻ കെട്ടിയെല്ലാം വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെക്കാനായിട്ടുള്ള ഡെക്കറേറ്റീവ് സാധനങ്ങളാണ് ഇതെല്ലാം. ഓ നൈസ്, സോ മെനി തിങ്സ് ഇവിടെ. പിന്നെ ആ സ്ട്രീറ്റിൽ കയറി പറയണ്ട, രാമചന്ദ്ര റോഡാണ് ആ കംപ്ലീറ്റ്. ഓ രക്ഷയില്ലാത്ത തിരക്കാണ്. അങ്ങോട്ടും കൂടി ഒന്ന് കയറി നോക്കാം. ഓക്കെ. അയ്യോ തിരക്ക്. ഓ എൻ്റെ ദൈവമേ, ഇവിടുത്തെ കടയുടെ തിരക്ക് നോക്കൂ. രാമചന്ദ്ര സ്ട്രീറ്റിലെ ഈച്ച് ആൻഡ് എവറി കട, കൂടുതൽ ആ രാമചന്ദ്രയുടെ കടയാണ്. പക്ഷെ അല്ലാതെ ജ്യൂസ് കട, മറ്റേ അല്ലാണ്ട് കട, കുറേ ഷോപ്സ് ഉണ്ട് അവിടെ. അല്ലാതെ 2 സൈഡിലും ആൾക്കാർ, ബഹളം. ഇതെങ്ങനെയെങ്കിലും ഇവിടെ നമുക്കിന്നെ കണ്ടു. ഇത് ഇന്ന് ഒന്നും ആയിട്ടില്ല, ഓണം ആയിട്ടില്ല, ഓണപ്പാച്ചിലല്ല ഇത്. ഇതൊരു ഓണത്തിനൊരു 8 ദിവസം മുന്നേ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ള കോളനിക്കകത്തേക്ക് കയറി കഴിഞ്ഞു. അനുവിൻ്റെ കടയുടെ ഫ്രണ്ടിൽ കൂടെ വീണ്ടും പോകണു. ഓക്കെ, ബുട്ടീക്കിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള നടപ്പാതയിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിമിഷങ്ങൾക്കകം വീട്ടിലെത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ചെറിയ വീഡിയോ ആണ്, ഒരു സ്മോൾ വീഡിയോ, നമ്മുടെ ഒരു ഈവനിങ് വാക്ക് എന്ന് തന്നെ പറയാം. ഒരു ഈവനിങ് വൈബ്സാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ളോഗ്സ്. ലവ് യു ഓൾ. സന്ധ്യ ഒരു വേവ്. ബൈ.